നമസ്കാരം. ഉലുവ കൊണ്ട് ചികിത്സയും ഫലിതം കൊണ്ട് ഭരണവും നടത്തിയ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു സഖാവ് ഇ.കെ. നായനാർ. നിഷ്കളങ്കമായ നർമ്മത്തിൻ്റെ രസനീയത കൊണ്ടായിരുന്നു നായനാർ ജനങ്ങളെ ഒപ്പം നിർത്തിയത്. ലാളിത്യം കൊണ്ടും ശുദ്ധമായ മനസ്സുകൊണ്ടും ഹൃദയങ്ങൾ കീഴടക്കിയ ഇ.കെ. നായനാർ ഓർമ്മയായിട്ട് മെയ് 19-ന് 21 വർഷം പൂർത്തിയാവുകയാണ്. ഏറമ്പാല കൃഷ്ണൻ നായനാരുടെ മുഖമുദ്ര പ്രസാദാത്മകതയായിരുന്നു. ഒരു ശത്രുവിനെയും അദ്ദേഹം നികൃഷ്ടജീവിയെന്നോ പരനാറിയെന്നോ വിളിച്ചില്ല. പൗരപ്രമുഖർക്കൊപ്പം വിരുന്നുണ്ണാൻ കൊതിച്ചില്ല. വരവനുസരിച്ച് മാത്രം ജീവിച്ചതിനാൽ ഒരു കൊള്ളയും നടത്തിയില്ല. മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടിയില്ല. വിദേശയാത്രകൾ പോയി ധൂർത്തടിച്ചില്ല. ഒരു മുതലാളിയുടെ കയ്യിൽ നിന്നും മക്കൾക്ക് മാസപ്പടി വാങ്ങിക്കൊടുത്തില്ല. അധികാരത്തിൻ്റെ 7 അയലത്ത് പോലും മക്കളെ അടുപ്പിച്ചില്ല അദ്ദേഹം. ഒരു ദിവസം നായനാർ തൃശ്ശൂർ രാമനിലയത്തിൽ എത്തിയതറിഞ്ഞ് മകൻ കൃഷ്ണകുമാർ അവിടെ ചെന്നു. തിരിച്ചു പോകുമ്പോൾ അച്ഛനൊപ്പം തിരുവനന്തപുരത്തിന് പോകാനായിരുന്നു പ്ലാൻ. ഗസ്റ്റ് ഹൗസിൻ്റെ പുറത്ത് മകൻ്റെ തലവെട്ടം കണ്ട് തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ച് നായനാർ ചോദിച്ചു, ലവൻ എന്തിനാ അവിടെ വന്നത്? തിരുവനന്തപുരത്തേക്ക് CM-നൊപ്പം വരാനാണ് മകൻ വന്നത്. അപ്പോൾ നായനാർ പറഞ്ഞു, അവൻ്റെ അപ്പൻ സമ്പാദിച്ചതല്ല സ്റ്റേറ്റ് കാറ്, വണ്ടിക്കൂലി കൊടുത്ത് പറഞ്ഞു വിട്. അതായിരുന്നു നായനാർ. കുടുംബത്തെ കെട്ടിപ്പെറുക്കി നാടാകെ ചുറ്റി സുഖവാസം നടത്തിയ നായനാരെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ഏത് പ്രതിസന്ധിയെയും പിരിമുറുക്കത്തെയും അലിയിച്ചു കളയുന്ന ഒറ്റമൂലിയായിരുന്നു നായനാർക്ക് ഫലിതം. ആ ഫലിതം കേട്ട് ഊറിച്ചിരിച്ചവരും പൊട്ടിച്ചിരിച്ചവരും ചമ്മി നാറിയവരും ചൂളിയവരുമുണ്ട്. തിരുവനന്തപുരം മേയറായിരിക്കെ വി ശിവൻകുട്ടി ഒരു പരിഷ്കാരം കൊണ്ടുവന്നു. കൊതുക് ശല്യത്തിൽ നിന്നും നഗരത്തെ മോചിപ്പിക്കാനുള്ള ആ പദ്ധതിയുടെ പേര് ഗുഡ് ബൈ മോസ്കിറ്റോ എന്നായിരുന്നു. പരിപാടിയുടെ ഉദ്ഘാടകനായി വന്നത് മുഖ്യമന്ത്രി നായനാരാണ്. മേയർ ശിവൻകുട്ടി സന്തുഷ്ടനായി വേദിയിലിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനിടെ നായനാർ ശിവൻകുട്ടിയോട് ഒരു ചോദ്യം. കൊതുകിന് ഇംഗ്ലീഷ് മനസ്സിലാവോടൂ? ഗുഡ് ബൈ എന്ന് പറഞ്ഞാൽ കൊതുക് പോവോടൂ? ഇത് കേട്ട് ജനങ്ങൾ ആർത്തു ചിരിച്ചു. ശിവൻകുട്ടിയുടെ ചങ്ക് തകർന്നുപോയി. നർമ്മത്തിൻ്റെ വെടി പൊട്ടിക്കുമ്പോൾ ആൾ ആരാണെന്ന് നായനാർ ഓർക്കാറേയില്ല. ഭരണഭാഷ മലയാളമാക്കുന്നതിൻ്റെ ഭാഗമായി ചർച്ച നിയമസഭയിൽ നടക്കുന്ന സമയം പി. സീതി ഹാജിക്ക് ഒരു സംശയം. അപ്പോഴേ ഈ റേഷൻ കാർഡിന് എന്തോന്ന് പറയും മലയാളത്തിൽ? ഉടനെ നായനാർ എഴുന്നേറ്റ് പറഞ്ഞു, അതിപ്പോൾ എന്തോന്നാ ഇത്ര സംശയം, അരിച്ചീട്ട് എന്ന് പറയണം. കേരളത്തിലെ സകല രാഷ്ട്രീയക്കാരും KM മാണിയെ മാണിസാറേ എന്നല്ലാതെ വിളിച്ചിരുന്നില്ല. എന്നാൽ KM മാണിയെ നിയമസഭയ്ക്കുള്ളിൽ പോലും കുഞ്ഞുമാണി എന്ന് വിളിച്ചത് നായനാർ മാത്രമായിരുന്നു. എന്തിനേറെ AK ആൻ്റണിയെ അദ്ദേഹം അന്തോണി എന്നായിരുന്നു വിളിച്ചിരുന്നത്. കനകക്കുന്ന് കൊട്ടാരത്തിലെ ഒരു ചടങ്ങിൽ മലയാളിയല്ലാത്ത വിശിഷ്ടാതിഥിക്കൊപ്പം നായനാർ ചായ കുടിക്കുകയായിരുന്നു. അതിഥി ചോദിച്ചു, ഷുഗർ എങ്ങനെയുണ്ട്? അപ്പോൾ നായനാർ പറഞ്ഞു, ചായയിൽ ഇല്ല, എനിക്കുണ്ട്. കരുണാകരൻ ക്ലിഫ് ഹൗസിലുണ്ടാക്കിയ നീന്തൽക്കുളത്തിൽ ഞാൻ എൻ്റെ പട്ടിയെ കുളിപ്പിക്കുമെന്നാണ് നായനാർ പറഞ്ഞത്. കരുണാകരൻ ഉണ്ടാക്കിയതും നായനാർ പട്ടിയെ കുളിപ്പിച്ചതുമായ ആ നീന്തൽക്കുളത്തിൽ ഇന്നൊരു മുഖ്യമന്ത്രിയും കുടുംബവും ലക്ഷങ്ങൾ വാരി വിതറി മുങ്ങിക്കുളിക്കുകയാണ്. ആ കുളം കേരള ജനതയെ എത്രമാത്രം കുത്തുപാളയെടുപ്പിച്ചുവെന്ന് നായനാർ അറിയുന്നുണ്ടോ? ഏഷ്യാനെറ്റിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്ന ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കുന്നവർ സഖാവെ ലാൽ സലാം എന്ന് നായനാരോട് പറഞ്ഞാൽ ഉടൻ ലാൽ സലാം തിരിച്ചു പറഞ്ഞിട്ട് നായനാർ ചിരിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരോട് പറയും, ഓൻ നമ്മുടെ ആളാ. ഭരണത്തെ ആരെങ്കിലും വിമർശിക്കാൻ വിളിച്ചാൽ നായനാർ പറയും, ഓൻ മറ്റോൻ്റെ ആളാ, കരുണാകരൻ്റെ. ഭഗവാൻ എന്തിനാ പാറാവെന്നും അമേരിക്കയിൽ ചായ കുടിക്കും പോലെയാണ് ബലാത്സംഗമെന്നും പറയാൻ നായനാർക്കല്ലാതെ ആർക്കും ധൈര്യമുണ്ടാകില്ല. ഒരു ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം വാർത്താ സമ്മേളനം നടത്താൻ എക്സൈസ് മന്ത്രി TK രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ IS കുലാത്തിയുടെ ഓഫീസ് യൂത്ത് കോൺഗ്രസ്സുകാർ കയ്യേറിയ വിഷയത്തിൽ നായനാർ ചൂടായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ചു, പണ്ട് മാർക്സിസ്റ്റുകാർ ദൂരദർശൻ കയ്യേറിയില്ലേ സഖാവേ? അതോടെ നായനാർ ക്ഷുഭിതനായി. ഗുലാത്തിയും ദൂരദർശനും ഒന്നാണോടൂ? തനിക്ക് വിവരമുണ്ടോടൂ? രാമകൃഷ്ണൻ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ നായനാർ പറഞ്ഞു, ഇനി ഇവന്മാർക്ക് ഓരോ ഗ്ലാസ് ചാരായം കൊടു രാമകൃഷ്ണ. അതോടെ എല്ലാ പിരിമുറുക്കങ്ങളും അയഞ്ഞു. മടിയിൽ കനമില്ലാത്തത് കൊണ്ടും ഹൃദയവും കൈയും ശുദ്ധമായതുകൊണ്ടും നായനാർക്കിതൊക്കെ പറയാം. ഇന്നത്തെ മുഖ്യൻ ചൂടായാൽ മകളുടെ കാര്യം ചോദിച്ചാൽ മതി, ഒച്ചയടച്ച് വീട്ടിലേക്ക് പോകും. അതാണ് നായനാരും വിജയനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം.
ആളുകളുടെ പേര് തെറ്റിച്ചു പറയുന്നതിൽ അദ്ദേഹം രസം കണ്ടെത്തിയിരുന്നു. ലോക്സഭാ സ്പീക്കറായിരുന്ന PA സഗ്മയെ അദ്ദേഹം PA തങ്കമ്മ എന്ന് വിളിച്ചു. വൈറൽ ഫീവറിനെ വയർലെസ് ഫീവറാക്കി. മരിക്കും വരെയും നായനാർ ഏഷ്യാനെറ്റിനെ ഏഷ്യാൻ നൈറ്റ് എന്നേ വിളിക്കുമായിരുന്നുള്ളൂ. നായനാർക്ക് നായനാരെന്ന് മാത്രമേ പേരുണ്ടായിരുന്നുള്ളൂ. 1000 അലങ്കാര പ്രയോഗങ്ങളും തിരുവാതിരപ്പാട്ടും സ്തുതിഗായകരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല. അതെ സഖാക്കളെ, പര്യായ പദങ്ങളിലല്ല ഒരു സഖാവ് ജീവിക്കേണ്ടത്. സ്വന്തം പേര് കൊണ്ടും മനഃശുദ്ധി കൊണ്ടും പ്രവൃത്തി കൊണ്ടുമാണ്. നന്ദി.